പണ്ട് സുരേഷ് ഗോപി ഒരു സിനിമയിൽ ചോദിച്ച ചോദ്യമാണ് ഞങ്ങളിവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. സിനിമയിൽ ഓർമ്മയുണ്ടോ ഈ മുഖം എന്നാണ് സുരേഷ് ഗോപി ചോദിച്ചത്. പക്ഷേ നാട്ടുവിശേഷം എന്ന ചാനൽ ചോദിക്കുന്നത് ഓർമ്മയുണ്ടോ ഈ സ്ഥലം എന്നാണ്. കാരണം പാലക്കാട് ഒലവക്കോട് റൂട്ടിലെ സായി ജംഗ്ഷന് സമീപം പുതിയ പാലവും റോഡും തമ്മിൽ ചേരുന്നിടത്തെ സ്ഥലത്ത് ഇപ്പോൾ വളരെ മനോഹരമായി ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ കുണ്ടും കുഴിയും നിറഞ്ഞ സ്ഥലമായിരുന്നു. മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ് വാഹനങ്ങൾ കുടുങ്ങാതിരിക്കാൻ മെല്ലെ പോകുമ്പോൾ ഈ സ്ഥലത്തു നിന്നും ചെർപ്പളശ്ശേരി റൂട്ടിൽ, അതായത് ഒലവക്കോട് റൂട്ടിൽ താണാവ് പുതുപ്പെരിയാരം വരെയും വാഹനങ്ങൾ കുരുക്കിൽപ്പെടാറുണ്ട്. തിരിച്ച് പാലക്കാട് ഭാഗത്തേക്ക് ശേഖരിപുരം വിക്ടോറിയ കോളേജ് വരെയും റോഡ് ബ്ലോക്ക് ആവാറുണ്ട്, ഗതാഗതക്കുരുക്ക് ഉണ്ടാവാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവിടെയുള്ള ടീം ഫിറ്റ്നസ് എന്ന ഒരു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകർ ഈ പരിസരത്തു നിന്നുള്ള കല്ലും മണ്ണും മെറ്റലും എടുത്ത് ഇവിടുത്തെ കുഴി നിറയ്ക്കുകയും ചെയ്തു. ഈ സമയത്ത് നമ്മുടെ ചാനൽ ഇവിടെ എത്തുകയും ആ വീഡിയോ എടുത്ത് ഇടുകയും ചെയ്തു. പ്രവർത്തകരിൽ ഉമ്മർ എന്ന് പറഞ്ഞ വ്യക്തി ഇതിനെക്കുറിച്ച് പറഞ്ഞ ബൈറ്റിൽ ഇവിടെ ടാറാണോ ഓയിലാണോ നിറച്ചിവിടെ ടാറിങ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സജഷൻ പറയുകയുണ്ടായി. അതായത് ഇവിടെ പാറപ്പൊടിയോ മെറ്റലോ അല്ലെങ്കിൽ ഗുണനിലവാരമില്ലാത്ത ടാറോ ഉപയോഗിക്കുന്നതിന് പകരം ഒന്നുകിൽ കോൺക്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യുകയോ ചെയ്താൽ ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരാഴ്ചക്കകം തന്നെ അധികൃതർ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം തന്നെ ഇൻ്റർലോക്ക് ചെയ്തു പോയി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അധികൃതർക്ക് ബിഗ് സല്യൂട്ട്. അതോടൊപ്പം തന്നെ ഈ സജഷൻ മുന്നോട്ട് വച്ചിരിക്കുകയും ഇവിടെ കുഴി അടയ്ക്കുകയും ചെയ്ത ടീം ഫിറ്റ്നസ് എന്ന സന്നദ്ധ സംഘടനയ്ക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് ചെയ്യുന്നത്. ആ പ്രവർത്തകർ ഇപ്പോൾ ജോലി സംബന്ധമായി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ ഡ്രൈവർമാരാണ്. ഈ വാഹനം ഇതേ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഡ്രൈവർ ജോലി ചെയ്യുന്ന അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ അത് ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്തത്. എന്തായാലും ടീം ഫിറ്റ്നസ് എന്ന സന്നദ്ധ സംഘടനയ്ക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഞങ്ങളുടെ വാർത്ത കണ്ട് ഇവിടെ ഇൻ്റർലോക്ക് ചെയ്ത അധികൃതർക്കും വളരെയധികം നന്ദിയും ബിഗ് സല്യൂട്ടും നാട്ടുവിശേഷങ്ങൾ അർപ്പിക്കുന്നു.